ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് ഈ കാന്താരി ചീനി എങ്ങനെയാണ് കൂടുതലായിട്ട് ഫലം ഉണ്ടാകുന്നത്, ഈ മുളകൊക്കെ കായ്ച്ച് നിൽക്കുന്ന കാണുന്നത് തന്നെ ഒരു സൗന്ദര്യമുണ്ടല്ലേ. ഈ മുളകൊക്കെ കായ്ച്ച് ഇല പോലും കാണത്തില്ലാത്ത പോലെ മുളകുണ്ട് ഈ ചീനിയാൽ. ഇതെങ്ങനെയാണ് ഇത് നന്നായിട്ട് കായ്ക്കുന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. വേനൽ സമയത്ത് ഒക്കെ ഈ ചീനി നമ്മൾ പാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചെന്നാൽ, ഒരു ചെറിയൊരു കവറിൻ്റെ അകത്തോട്ട് അല്പം മണ്ണിടണം. അത് ശകലം കരികലയൊക്കെ കൂടി ഇടണം. അതിൻ്റെ മുകളിലായിട്ട് 2 കൊന്ന ഈ എടുത്തിട്ട് അത് ഇടണം. അത് കഴിയുമ്പോൾ അല്പം ചാണകവും മണ്ണും കൂടെ മിശ്രിതം ഇടണം. അതിൻ്റെ മുകളിലാണ് ഈ മുളകരി പാകണം. മുളകരി പാകി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് മുളച്ച് വരുമ്പോൾ ഇതിന് അല്പം വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. വേറെ ആകുമ്പോൾ മുളക് ഇത്ര ആകുമ്പം എടുത്തിട്ട് നമ്മൾ അടുപ്പിൻ്റെ അടുത്ത് വെച്ച് ഉണങ്ങിയിട്ട് വേണം ഇത് പൊട്ടിച്ച് തട്ടിടാൻ. കളഞ്ഞിട്ട് ആ തടം നല്ല റൗണ്ടിലാക്കണം. റൗണ്ടിലാക്കി വളമൊന്നും ഇട്ടാൽ അങ്ങനെ പോവുകയില്ലാത്ത പോലെയൊക്കെ റൗണ്ടിലാക്കി വെച്ചിട്ട് ഈ ഉണക്ക ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇടണം. അത് കഴിഞ്ഞിട്ട് കൊന്നയിലയും അതിൻ്റെ മുകളിലിട്ട് ചകിരി ഇതിൻ്റെ വലിച്ച് കീറി അതിൻ്റെ ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ആ ചകിരിയുടെ മുകളിലായിട്ട് ഇടണം. അങ്ങനെ ഇട്ട് ഒരു 8 ദിവസം അങ്ങനെ ഇട്ടേക്കണേ. അന്നേരം ചീനി അന്നേരം ചവറെല്ലാം നന്നായിട്ട് ചീഞ്ഞൊക്കെ അത് വളമാകും. അത് കഴിയുമ്പോഴാണ് എടുത്ത് ആ കുഴിക്കകത്ത് വെച്ച് നമ്മൾ മണ്ണുമൊക്കെ ഇട്ട് അതിനെ സംരക്ഷിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് പുതുമഴ പെയ്യുമ്പോഴത്തേനും ഈ ചീനി നന്നായിട്ട് വേരൊക്കെ പിടിച്ച് കയറി പോകുന്ന ഇത് നമ്മുടെ ആവശ്യത്തിനും മിച്ചത്തിനുള്ള മുളക്, നമുക്ക് ഇഷ്ടം പോലെ മുളക് പൊടി അല്ലെങ്കിൽ പറിച്ച് കൊടുക്കാനായിരുന്നാലും ഒരു 2-3 ചീനി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മുളക് പറിച്ച് കൊടുക്കാം. അപ്പം കാന്താരി മുളകിനൊക്കെ നല്ല വിലയുള്ള സമയമാണ്. നല്ല ഒരു ആദായകരമായ ഒരു കൃഷിയായത്. നമ്മൾ നിസ്സാരമായിട്ട് കാണും ഈ കാന്താരി ചീനിയല്ലേ ഉള്ളൂ. ഇത് നമുക്ക് വിഷമില്ലാത്ത മുളക് കൂട്ടുകയും ചെയ്യാം. ഒക്കെ കുറച്ച് ചാണകവെള്ളം കലക്കി വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ പള്ള പറിക്കാനേ പോകരുത്. അതിൻ്റെ ചുവട്ടിൽ നമ്മുടെ പശുവിനെ വളർത്തുന്നത് തീറ്റ നിന്നതിൻ്റെ എല്ലാം ബാക്കിയും ഈ വെള്ളം കുടിക്കുന്നതിൻ്റെയൊക്കെ ഉള്ളതുമൊക്കെ ഇവിടെ വാരിക്കൊണ്ട് നമ്മൾ വെറുതെ കളയുന്നത് ഈ ചീനിയുടെ ചുവട്ടിലോട്ട് വെച്ചാൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഒരു ട്രിപ്പ് അത് വെച്ച് അതങ്ങ് ചീഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അന്നേരം പള്ളയും നമ്മുടെ ചീനിയുടെ ചുവട്ടിൽ അങ്ങനെ ഉണ്ടാകത്തില്ല. നന്നായിട്ട് മുളകും കായ്ക്കും. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയെ വരുന്നതും വരെ ആയി.